greatest achievement starts with a dream. അതെ, ഡ്രീം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സ്പോട്ട്ലൈറ്റ് ടോപ്പിക്. എല്ലാവർക്കും സ്പോട്ട്ലൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ഒരു ദിവസം രണ്ട് പെൺകുട്ടികൾ എന്നെ വന്ന് കണ്ടിട്ട് ചോദിച്ചു, ചേച്ചി ഈ സ്വപ്നം കാണുന്നത് ഒരു തെറ്റാണ്, അല്ലെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ? ഞാൻ പകൽ സമയത്തൊക്കെ ഇരുന്ന് എന്റെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണാറുണ്ട്, അതൊരു വലിയ പ്രശ്നമാണോ എന്നൊക്കെ. സ്വപ്നം കാണുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫിലെ അച്ചീവബിൾ ആവാൻ പോകുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷനും ഒരു പോസിറ്റീവ് സ്പിരിറ്റും ഒക്കെ ഉണ്ട്. അത് എൻജോയ് ചെയ്യാനും ആ ഒരു ഫീലിംഗ്, ആ ഒരു ടാർജറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഡ്രീം ഫുൾഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഇമോഷണൽ ഹാപ്പിനെസ് ഒക്കെ ഒന്ന് ഡ്രീം ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഡ്രീംസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ചില കാര്യങ്ങളാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഫാക്ട്സ് അല്ലെങ്കിൽ ചില തോട്ട്സ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡ്രീംസ് ആർ ദ സീഡ്സ് ഫോർ ഫ്യൂച്ചർ സക്സസ്. അതെ, നമ്മുടെ ലൈഫിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് മോട്ടിവേഷൻ ആണ് സ്വപ്നങ്ങൾ കാണുക എന്ന് പറയുന്നത്. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലെ നല്ല നിമിഷങ്ങളെ ഓർക്കുക എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ മനസ്സിനെ ഇങ്ങനെയൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഹാപ്പിനെസ് എന്താണെന്നുള്ള രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് അതിന്റെ ഒരു പവർ എത്രമാത്രമാണെന്ന് പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, പൗലോ കൊയ്ലോ പറയുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ അത്ര ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരാറുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു. പലരുടെയും ലൈഫിൽ ആ ഒരു എക്സ്പീരിയൻസും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഡ്രീം ചെയ്യുമ്പോൾ, നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഡ്രീം ചെയ്യുമ്പോഴും ഇതേ ഒരു കൈൻഡ് ഓഫ് ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. അതിലേക്കുള്ള നമ്മുടെ ദൂരം എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും. അത് എത്തിച്ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഡ്രീം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് തന്നെ ലൈഫിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റും. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ചില ഡ്രീംസ് ഉണ്ടാവും, നമുക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ചില ഡ്രീംസ്. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഞാൻ അത് എത്തിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഡ്രീം ഡേയിലേക്ക് ഞാൻ എത്തിച്ചേരുമ്പോൾ അന്നത്തെ ദിവസം എന്റെ സന്തോഷം എന്തായിരിക്കും, എന്റെ ലൈഫ് എങ്ങനെയായിരിക്കും, എന്റെ ലൈഫിൽ അത് എത്രമാത്രം സന്തോഷം കൊണ്ടുതരും എന്നൊക്കെ ചിന്തിച്ചു നോക്കിയാൽ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മുടെ മനസ്സ് അറിയാതെ തുടിച്ചു പോകും. ആ ഒരു തുടിപ്പാണ് ചിലപ്പോഴും പലപ്പോഴും നമ്മുടെ ലൈഫിലെ ഒരു മോട്ടിവേഷൻ ഫാക്ടർ ആയിട്ട് മുന്നോട്ട് പോകാറ്. ഇങ്ങനെ ഒരു ഡ്രീം ലൈഫിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലെ, വെറുതെ ഇരുന്ന് സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ചെയ്യണം, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ സഹായിക്കുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. അതിലെ ഏറ്റവും പ്രൈമറി തിങ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് ആ ഡ്രീമിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഗോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഡേയിൽ ഞാൻ പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ച് പലപ്പോഴും പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും ക്ലിയർ കട്ട് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടായിരിക്കും. നമ്മൾ എത്തിച്ചേരേണ്ടത് എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത് എപ്പോഴും സ്മാർട്ട് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് റിലയബിൾ ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ടൈം ബൗണ്ട് ആയിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് നമ്മുടെ ആ ഒരു ഡ്രീമിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സെറ്റ് ചെയ്ത് ആ ഒരു ഗോൾ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് അതിനെ കൊണ്ടുവരിക, ആൻഡ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് നാച്ചുറലി അതിലേക്ക് വേണ്ട പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ അതിന് ചുറ്റും നമ്മുടെ ലൈഫിലേക്ക് വന്നു ചെയ്യും. ഇതുപോലെയൊക്കെ സ്വന്തം സ്വപ്നങ്ങൾ, ചില തോട്ട്സിൽ നമ്മുടെ മനസ്സിൽ വന്നിരിക്കുന്ന ചില ഐഡിയാസ് ഒക്കെ ഇതുപോലെ ഡ്രീംസ് ആയിട്ട് എത്തിച്ച് കൊണ്ടുവന്ന ഒരുപാട് മഹത്തായ വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇലോൺ മസ്ക് ഉണ്ട്, അതുപോലെ തന്നെ വാൾട്ട് ഡിസ്നി ഉണ്ട്. ഇവരെയൊക്കെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ചില ആഗ്രഹങ്ങൾ, ചില ചിന്തകൾ, ചില നിമിഷങ്ങൾ തോന്നിയിട്ടുള്ള ഒരു മോഹം, അതൊക്കെയാണ് അവരുടെ ലൈഫിലെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ്സ് ആയിട്ട് പിൽക്കാലത്ത് നമ്മൾ ഈ ലോകം മുഴുവനും അംഗീകരിച്ചതും ആദരിച്ചതും ഒക്കെ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വരുന്നത് ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങളിൽ നിന്നായിരിക്കും. ഏതൊരു സ്വപ്നം എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതായത് ഇത് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു പേടി നമുക്ക് പലപ്പോഴും ഉണ്ടാവാം. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും, ഞാൻ ഇത് ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള കോൺഫ്ലിക്ട്സ് നമ്മുടെ മനസ്സിലുണ്ടാവും. ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അടുത്തൊരു മേജർ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും. ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ കഴിഞ്ഞ വീഡിയോസിലും നിങ്ങളോട്
നമ്മളോട് പറഞ്ഞു. നമ്മളെ ഏറ്റവും കൂടുതൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതും നമ്മളെ ഏറ്റവും കൂടുതൽ ലോവർ ആയിട്ട് ചിന്തിക്കുന്നത്, നമ്മുടെ കഴിവുകളും പൊട്ടൻഷ്യലും അറിയാതെ പോകുന്നതുമായ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മൾ തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മൈൻഡിൽ ഞാനിത് ചെയ്താൽ എത്രമാത്രം ശരിയാകും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ചലഞ്ചസ് ആണ്. ഈ ഓരോ ഡ്രീംസ് നമ്മൾ അറ്റൈൻ ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മളെ തടസ്സപ്പെടുത്തുന്ന ചില പ്രതിബന്ധങ്ങളാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തോമസ് എഡിസൺ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും തോൽക്കുകയല്ല ചെയ്തത്, 10,000-കണക്കിന് തോൽക്കാനുള്ള സാധ്യതയുള്ള വഴികളെ ഞാൻ കണ്ടുപിടിക്കുകയാണ് ചെയ്തത് എന്നതുപോലെയുള്ള മൈൻഡ് സെറ്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒരിക്കലും തോൽക്കുകയല്ല, ഈ വഴി പോയാൽ ഞാൻ തോൽക്കും എന്ന് ഞാൻ കണ്ടുപിടിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ മാറി ചിന്തിക്കാൻ പലപ്പോഴും നമ്മളെ പ്രചോദനപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ടാവും. ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുക. ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന് മറികടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ എപ്പോഴും മനസ്സിലോർക്കുക, ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും, ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഏതൊരു കാര്യത്തെയും പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെയൊക്കെയുള്ള ചലഞ്ചസിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു, പ്രോക്രാസ്റ്റിനേഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്ന ഒരു ടിപ്പുണ്ട്. അതായത് നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ടാസ്കുകളെ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അറ്റൈൻ ചെയ്യുക. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ അറ്റൈൻ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ അത് വെച്ച് തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഡ്രീമിലേക്ക് അറ്റൈൻ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഡ്രീമിലേക്ക് എത്തുകയാണ് എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിൽ വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാച്ചുറലി അത് എത്തിപ്പിടിക്കാനായിട്ട് കുറച്ചും കൂടി ആഗ്രഹം നമുക്ക് കൂടും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്താനായിട്ട് ശ്രമിക്കുക. ഡ്രീംസ് ഡസ് നോട്ട് വർക്ക് അൺലെസ് യു ഡു ഇറ്റ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ അതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും വലിക്കില്ലെങ്കിൽ ഒരിക്കലും അത് അറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ആക്ഷനും എൻ്റെ ആ ഡ്രീമിലേക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയി ചെയ്തു വെക്കുക. ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾ ചിലപ്പോൾ അതൊന്ന് പ്ലാൻ ചെയ്യാം, എങ്ങനെയൊക്കെ ആ ഡ്രീമിലേക്ക് ഞാൻ എത്തിപ്പെടാം. അടുത്ത ദിവസം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം, ഒരിക്കലും ആ ഡ്രീമിലേക്ക് ഒന്നിച്ച് ഒറ്റയടി ചെയ്തു തീർക്കാൻ പറ്റില്ലെങ്കിൽ ആരുടെ ഹെൽപ്പാണ് എനിക്ക് സ്വീകരിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ആ ഡ്രീമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. സെറീന വില്യംസിനെ പോലെയുള്ള സ്പോർട്സ് പേഴ്സൺസ് അവരുടെ ലൈഫ് ജേർണി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ചെറുപ്പം മുതലേ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള നിലകളിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ചില ഡ്രീംസിലൊക്കെ ഹാർഡ് വർക്ക് വേണ്ടി വരും, ചില ഡ്രീംസിലൊക്കെ സ്മാർട്ട് വർക്ക് വേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള വഴി ഏതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുവേണ്ടി എപ്പോഴും നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ഒരു ഡെയിലി ആക്ടിവിറ്റി പോലെ നമ്മുടെ ഈ ഡ്രീമിലേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബാക്കി ചെയ്യാനുണ്ടാവും, എന്നാലും ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നമ്മുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് മാറ്റിവെക്കുക. ചിലപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സ് എഴുതാനുണ്ടാവും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ടുണ്ടാവും, അതിൽ വേണ്ടി എന്തെങ്കിലും പഠിക്കാനായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരിക്കലും നമ്മളെ കൊണ്ട് ഒറ്റയടിക്ക് തന്നെ ഈ പറയുന്ന ഡ്രീമുകളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ചിലരുടെ സഹായം നമുക്ക് വേണ്ടി വരും. അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ നല്ലൊരു റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ബാക്കിയുള്ളവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഈ ഒരു രീതിയിൽ ഈ ഒരു ബെറ്റർമെന്റിന് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് വർക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഡ്രീംസ് നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അതിനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അതായത് നമ്മൾ അതിനൊരു സെറ്റ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതോട് ചേർന്ന് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. എൻ്റെ ഡ്രീമിന്റെ ആദ്യത്തെ ഇത്രയും ദിവസം ഞാൻ ഒരു 10 പേജ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് എന്തെങ്കിലും കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ ഇന്ന ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കി അത് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ മനസ്സറിയാതെ തന്നെ പറഞ്ഞു തുടങ്ങും, ഞാൻ എൻ്റെ ഡ്രീമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അതൊരു പോസിറ്റീവ് സ്പിരിറ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുകയും ചെയ്യും. അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ബിൽഡ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള ചില സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഒന്നും നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നേരിടാനായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ പലപ്പോഴും സാധിച്ചെന്ന് വരത്തില്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക ജീവിയാണ്. അവര് സമൂഹത്തിലെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആയിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പം സപ്പോർട്ട് സിസ്റ്റംസ് നമുക്ക് പലപ്പോഴും നെസസറി ആണ്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ചില മെന്റേഴ്സ്, ചില ഫ്രണ്ട്സ്, ചില പിയർ ഗ്രൂപ്പിലുള്ള ചില പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ, അവരെയൊക്കെ ലൈഫിൽ ചിലപ്പോൾ വേണ്ടവരായിരിക്കും. അവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അവരുടെ ഹെൽപ്പും നമ്മൾ നേടിയെടുക്കുന്നത് നമ്മുടെ ആ ഒരു ഡ്രീമിലേക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾ എത്തിച്ചേരാനായിട്ട് പലപ്പോഴും സഹായിച്ചു വരും. അപ്പം
ഒരിക്കലും അങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ഒന്നും വിട്ടുകളയാതെ മുന്നോട്ട് പോകുക. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് സെലിബ്രേറ്റ് ദി മൈൽ സ്റ്റോൺസ്. നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ മൈൽ സ്റ്റോൺസും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. അതുമായിട്ട് റിലേറ്റഡ് ആയി ഇപ്പൊ നിങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനായിട്ടാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ നല്ലൊരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ചെങ്കിൽ അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. അവിടെ ഒരു ബിൽഡിംഗ് നിങ്ങൾ അതിനുവേണ്ടി പണിതെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഈച്ച് ആൻഡ് എവറി മൈൽ സ്റ്റോൺസ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരുപാട് പോസിറ്റിവിറ്റി കടന്നു വരും. സെലിബ്രേഷൻസ് എപ്പോഴും നമ്മളെ സന്തോഷപരമാക്കും അല്ലെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് നമ്മൾ കറക്റ്റ് വഴിയിലാണ് പോകുന്നതെന്ന് എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മളെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം എപ്പോഴും നമ്മുടെ ഓരോ മൈൽ സ്റ്റോൺസും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Turning your dreams into true is actually a journey. It takes time and effort. Believe in yourself. നമ്മളിലുള്ള വിശ്വാസമാണ് എപ്പോഴും പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ടത്. നമ്മുടെ സ്വപ്നങ്ങളെ അറ്റൈൻ ചെയ്യാനായിട്ടുള്ള കഴിവും പ്രാപ്തിയും നമുക്കുണ്ട് എന്നുള്ള വിശ്വാസം എപ്പോഴും നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. മറക്കാതിരിക്കുക, every big dreams starts from small thoughts. What is your dream? നിങ്ങളുടെ ഡ്രീം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.